ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടുന്ന ഒരു റെസിപ്പി ആയിട്ടല്ല, കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കറിയാം ഈ ബട്ടർ കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അറിയാമായിരിക്കും. ഡയറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടായിരിക്കും പലരും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നോട് കുറച്ചു പേര് റിക്വസ്റ്റ് ചെയ്തതിന്റെ പ്രകാരമാണ് ഞാൻ ഈ കീറ്റോ ഡയറ്റിന്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കീറ്റോ ഡയറ്റിന്റെ കൂടുതൽ റെസിപ്പീസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടയ്ക്കൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഈ ബട്ടർ കോഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതിനുവേണ്ടി ഇവിടെ ഒരു കോഫി മഗ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. കോഫി പൗഡർ ചൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിന്റെ കോഫി പൗഡർ തന്നെ ചൂസ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു കട്ടൻ കാപ്പി റെഡിയാക്കുക. ഈ കട്ടൻ കാപ്പിയുടെ കടുപ്പവും വെള്ളത്തിന്റെ അളവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം ലെവലിലുള്ള കടുപ്പത്തിനനുസരിച്ചുള്ള കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അൺസോൾട്ടഡ് ബട്ടർ 25 ഗ്രാം ആണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചൂസ് ചെയ്യുമ്പോഴും നല്ല ബ്രാൻഡിന്റെ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ചേർത്തും ഈ കോഫി തയ്യാറാക്കാവുന്നതാണ്. ഒലിവ് ഓയിൽ ചേർത്ത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അത് നല്ലതായിരുന്നു. എനിക്ക് ബട്ടറിനെക്കാളിലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതും അതാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ പലതും മാറി മാറി പരീക്ഷിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഈ ബട്ടർ എത്ര സ്പൂണും കൊണ്ട് ഇളക്കി കൊടുത്താലും ഇതിങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഈ ബട്ടർ പൊങ്ങി നിൽക്കുകയുള്ളൂ. ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു മിൽക്ക് ഫ്രോത്തർ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കപ്പുച്ചിനോ ഉണ്ടാക്കാനായിട്ടും ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കട്ടൻ കാപ്പിയിൽ ബട്ടർ നല്ലതുപോലെ ചേർന്നിട്ട് ഇതൊരു പാൽക്കാപ്പിയുടെ പോലെയുള്ള ഒരു ഫീല് കിട്ടും. നമുക്ക് ഒരു പാൽക്കാപ്പിയുടെ കളറും ഒക്കെ ആയി മാറും. മിൽക്ക് ഫ്രോത്തർ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വലിയ കപ്പെടുത്ത് അതിലോട്ട് കാപ്പിപ്പൊടിയും ബട്ടറും ഒരു കുറച്ച് വെള്ളവും ചേർത്ത് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കിയും കൂടി തിളച്ച വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ നിറയെ വെള്ളം എടുത്തിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്താൽ എല്ലാം കൂടി പുറത്തോട്ട് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആമസോണിൽ മിൽക്ക് ഫ്രോത്തർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ പല ബ്രാൻഡിന്റെ കിട്ടും. നിങ്ങൾക്ക് ഏത് വേണേലും വാങ്ങാവുന്നതാണ്. നേരിട്ട് ബട്ടർ ഇട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ കീറ്റോക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ കോഫി ഇവിടെ റെഡി ആയിരിക്കുന്നു. കീറ്റോ ഡയറ്റുകാർക്കും അല്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയ ഒരു മുട്ട താളിച്ചതിന്റെ റെസിപ്പിയും കൂടി ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കീറ്റോ ഡയറ്റുകാർ ഈ മുട്ട താളിച്ചതും ബട്ടർ കോഫിയും കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട താളിച്ചതിന്റെ റെസിപ്പിയാണത്. ഓംലെറ്റും ബുൾസയൊക്കെ മടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഇനിയും ഞാൻ കൂടുതലായിട്ട് കീറ്റോ ഡയറ്റുകാർക്ക് പറ്റിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.